ഹായ്, നമ്മളിന്ന് KTET Category 3 ഫിസിക്കൽ സയൻസിൻ്റെ സബ്ജക്റ്റ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ബൈപോളാർ ട്രാൻസിസ്റ്റർ ദ ബേസ് കളക്ടർ ജംഗ്ഷൻ ഏത് ബയാസിലായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലായിരിക്കും. എമിറ്റർ ബേസ് ജംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഫോർവേഡ് ബയാസിലായിരിക്കും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റിവേഴ്സ് ബയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വയർ ഓഫ് റെസിസ്റ്റൻസ് R1 ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. These 5 equal pieces of wire are then connected in parallel. If the resultant resistance of this combination be R2, then ratio of R1 by R2. R1 റെസിസ്റ്റൻസ് ഉള്ള ഒരു വയർ 5 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ പീസസും, അതായത് ആ ഓരോ 5 പീസസും പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R2 ആണെന്നുണ്ടെങ്കിൽ R1ഉം ആദ്യത്തെ റെസിസ്റ്റൻസും രണ്ടാമതുള്ള R2 റെസിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. 25 എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പോൾ R1 ആയിരുന്നു ആദ്യത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് 5 പീസസ് ആയിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഓരോ വയറിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1/5. അത് ദെൻ പാരലൽ കോമ്പിനേഷനിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ കിട്ടുന്ന നെറ്റ് റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്നത് R1/5 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും R2 എന്ന് പറയുന്നത് R1/25 എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് R1 അറിയാം, R2ൻ്റെ വാല്യൂ കിട്ടി. റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. R1/R2 എന്ന് പറയുമ്പോൾ R1/25 ആണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 25 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണ് 25 എന്ന ആൻസർ കിട്ടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ കറണ്ട് ഓഫ് 0.8 ആംപിയർ passes through a bulb connected across a battery of 5 volt for 30 seconds, then the rate of energy transferred to the bulb is. കറണ്ട് എന്ന് പറയുന്നത് 0.8 ആംപിയർ ആണ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് 5 വോൾട്ടാണ്. കറണ്ട് പാസ് ചെയ്യുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 30 സെക്കൻഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 120 ജൂൾസ് ആണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. I is equal to 0.8 ആംപിയർ, വോൾട്ടേജ് V is equal to 5 വോൾട്ട്, T is equal to 30 seconds. അപ്പോൾ H is equal to VIT എന്ന് പറയുന്ന ഇക്വേഷനിൽ നമുക്ക് ആവശ്യമുള്ള ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും 5 × 0.8 × 30 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 120 ജൂൾസ് ആൻസർ കിട്ടും. അങ്ങനെയാണ് അവിടെ 120 എന്ന് പറയുന്ന ആൻസർ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an atom of element A has 3 electrons in its outermost shell, while one of element B has 6 electrons in its outermost shell. The formula of the compound formed by A and B is. ഇപ്പോൾ തന്നിട്ടുള്ളത് എലമെൻറ്റ് എയ്ക്ക് എങ്ങനെയാണ് 3 ഇലക്ട്രോൺസ് ആണ് ബാലൻസ് ഷെല്ലിലുള്ളത്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. എലമെൻറ്റ് ബിക്കാണ് എന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൽ നിന്ന് ആ 2 എലമെൻറ്റിൻ്റെയും ബാലൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 3 ഇലക്ട്രോൺസ് ഉള്ളത് എന്ന് പറയുമ്പോൾ എലമെൻറ്റ് എയുടെ ബാലൻസ് എന്ന് പറയുന്നത് 3 ആണ്. എലമെൻറ്റ് ബിയുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ഒരു 2 ഇലക്ട്രോൺസ് കൂടെ കിട്ടിയാൽ അതിന് ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അവിടെ എന്തായിരിക്കും വാലൻസി? 2 ആയിരിക്കും വാലൻസി വരിക. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ, 2 എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തൊരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ നേരത്ത് ഓരോ എലമെൻറ്റ്സിൻ്റെയും വാലൻസി തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താണ് എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ എയുടെ വാലൻസി 3 ആണെന്നും ബിയുടെ വാലൻസി 2 ആണെന്നും കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഓപ്ഷൻ ബി A2 B3 എന്നതായിരിക്കും എയും ബിയും കമ്പൈൻ ചെയ്തുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ ഫോർമുല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബുള്ളറ്റ് ഈസ് ഫയർഡ് വിത്ത് എ വെലോസിറ്റി v ഫ്രം എ ഗൺ ഓഫ് മാസ് m. What will be the recoil velocity of the gun
if the mass of the bullet is m. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് റീകോയിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ? -mv/m ആണ് റീകോയിൽ വെലോസിറ്റിയുടെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഹോട്ട് ഓബ്ജെക്റ്റ് ലൂസസ് ഹീറ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് റേഡിയേഷൻ. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡിപ്പെൻഡ്സ് ഓൺ. റേഡിയേഷൻ വഴിയിട്ട് എന്താണ് ഒരു ഹോട്ട് ഓബ്ജക്റ്റ് ഹീറ്റ് ലോസ് ചെയ്യുകയാണ്, എങ്ങോട്ട് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ലോസ് നടക്കുകയാണ്. അപ്പോൾ ആ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ദ ഓബ്ജക്റ്റ് ആൻഡ് ഇറ്റ് സറൗണ്ടിങ്സ് ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an induced EMF is produced when a magnet is moved into a coil. The magnitude of induced EMF does not depend on. എന്താണ് ഒരു മാഗ്നറ്റ് ഒരു കോയിലിനുള്ളിലേക്ക് മൂവ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഇൻഡ്യൂസ്ഡ് EMF എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിലുള്ളത് സ്പീഡ് വിത്ത് വിച്ച് ദ മാഗ്നറ്റ് ഈസ് മൂവ്ഡ്, ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ വയർ ഓഫ് ദ കോയിൽ. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് ദി വയർ ഓഫ് ദ കോയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് റൂം ടെമ്പറേച്ചർ ദ കറണ്ട് ഇൻ ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഡ്യൂ ടു. റൂം ടെമ്പറേച്ചറിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ കറണ്ട് എന്ന് പറയുന്നത് ഹോൾസും ഇലക്ട്രോൺസും കാരണമാണ്. സോ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് ലെൻസ് ഫോംസ് ദ ഇമേജ് ഓഫ് ആൻ ഓബ്ജെക്റ്റ് വിച്ച് ഈസ്. കോൺകേവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. വിർച്വൽ, അപ്രൈറ്റ് ആൻഡ് ഡിമിനിഷ്ഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. They start from the cathode and move towards the anode. They travel in straight line in the absence of an external electrical or magnetic field. Characteristics of cathode rays depend upon the nature of the gas present in the cathode ray tube. Characteristics of cathode rays do not depend upon the material of electrodes in the cathode ray tube. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിട്ടുള്ളത് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ഗ്യാസ് ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അവിടെ എന്താണ് ഈസ് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പൾസ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എന്താണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ? ഫോഴ്സ് ആണ്. ഓപ്ഷൻ ബി മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെൻറ്റം. നെക്സ്റ്റ് ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റി, എൻ ജി എന്ന് പറയുന്നത് വെയ്റ്റ് ഓഫ് ദ ബോഡി. നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ഫോഴ്സ് ഇൻറ്റു ടൈം ഡ്യൂറേഷൻ. ഒരു ചെറിയ സമയത്തേക്ക്, അതായത് ഒരു ലെസ് ആയിട്ടുള്ളൊരു സ്മോൾ ആയിട്ടുള്ള ടൈം ഡ്യൂറേഷനിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇമ്പൾസ് എന്നതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഗിവൻ റിയാക്ഷൻ. നൽകിയിട്ടുള്ള റിയാക്ഷൻ നോക്കിയിട്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം. Phosphorus is undergoing reduction only. Phosphorus is undergoing oxidation only. Phosphorus is undergoing oxidation as well as reduction. Hydrogen is undergoing oxidation and reduction. അപ്പോൾ നമ്മളിവിടെ എന്താണ് ഇക്വേഷൻ അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഫോസ്ഫറസ് ഈസ് അണ്ടർഗോയിങ് ഓക്സിഡേഷൻ ആസ് വെൽ ആസ് റിഡക്ഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ഈസ് കോൾഡ്. അതായത് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ന്യൂക്ലിയർ റിയാക്ടർ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബക്മിൻസ്റ്റർ ഫുള്ളറീൻ ഈസ് ആൻ അലോട്രോപ്പിക് ഫോം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബക്മിൻസ്റ്റർ ഫുള്ളറീൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Pressure applied at any point of a liquid enclosed in a container is transmitted without loss to all other parts of the liquid is called. ഏത് ലോയിലാണ് ഈ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി പാസ്കൽസ് ലോ ആണ് കറക്റ്റ് ആൻസർ. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു പാർട്ടിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എല്ലാ പാർട്ടിലും ഈക്വലായിട്ട് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പാസ്കൽസ് ലോയുടെ ഇംപ്ലിക്കേഷനായിട്ട് വരുന്നത്. നമ്മുടെ ഹൈഡ്രോളിക് ലിഫ്റ്റൊക്കെ പാസ്കൽസ് ലോയുടെ ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആണ്. Next question, a suitable method for the extraction of essential oils from flowers. ഫ്ലവേഴ്സിൽ നിന്ന് എസെൻഷ്യൽ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റിയ സ്യൂട്ടബിൾ മെത്തേഡ് ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി സ്റ്റീം ഡിസ്റ്റിലേഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ അമോർഫസ് സോളിഡ്. നൽകിയിട്ടുള്ള ഓപ്ഷൻസിൽ അമോർഫസ് സോളിഡ് ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്വാർട്സ് ഗ്ലാസ് ആണ് അമോർഫസ് സോളിഡിന് എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an iron sphere of mass 10 kg has the same diameter as an aluminum sphere of mass 3.5 kg. Both spheres are dropped simultaneously from a tower. When they are 10 meter above the ground, they have the same. 10 കിലോഗ്രാം മാസമുള്ള ഒരു അയൺ സ്ഫിയറും സെയിം ഡയമീറ്റർ തന്നെയുള്ള ഒരു അലൂമിനിയം സ്ഫിയറിൻ്റെ മാസം എന്ന് പറയുന്നത് 3.5 kg ആണ്. ഒരു ടവറിൻ്റെ ടോപ്പിൽ നിന്ന് ഒരേ സമയം താഴത്തേക്ക് ഇടുകയാണ്. ഗ്രൗണ്ടിൽ നിന്ന് 10 മീറ്റർ എബോവ് ഹൈറ്റിൽ ഈ രണ്ട് സ്ഫിയറും എത്തുന്ന സമയത്ത് അവർക്ക് രണ്ടുപേർക്കും സെയിം ആയിട്ട് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസിലുള്ളത് ആക്സിലറേഷൻ, മൊമെൻറ്റം, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. മൊമെൻറ്റം, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിയുടെയൊക്കെ ഫോർമുലാസ് നോക്കുമ്പോഴത്തേക്കും മാസ് ഡിപ്പെൻഡൻ്റ് ആണ്. മാസിനനുസരിച്ച് അത് വേരി ചെയ്യും. പിന്നെ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ടവറിൻ്റെ ടോപ്പിൽ നിന്ന്. അപ്പോൾ ഒരു ഫ്രീ ഫോളിൻ്റെ കേസായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലായിരിക്കും അത് താഴേക്ക് വീഴുക. അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ്. സോ അവിടെ കറക്റ്റ് ആൻസർ, അതായത് സെയിം ആയിട്ട് ഈക്വലായിട്ട് രണ്ടുപേർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. Next question, low concentration of oxygen in the blood and tissues of people living at high altitude is due to. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഓക്സിജൻ ബ്ലഡിലും ടിഷ്യൂവിലുമുള്ള ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ കുറയാനായിട്ട് കാരണം എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ലോ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് കറക്റ്റ് ആൻസർ. ഹയർ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ പ്രഷർ കുറയുകയാണ്. അപ്പോൾ പ്രഷർ കുറയുമ്പോഴത്തേക്കും അവിടെ സോലുബിലിറ്റി കുറയാണ്. ഗ്യാസ് ഇൻ ലിക്വിഡിൽ നോക്കുമ്പോഴത്തേക്കും സോലുബിലിറ്റിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻ നോക്കിയാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ലിക്വിഡിൽ ഗ്യാസിൻ്റെ സോലുബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ അവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യുകയാണ്. സോ അവിടെ സോലുബിലിറ്റിയും കുറയുകയാണ്. അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ലോ ആവാനായിട്ടുള്ള റീസൺ. Next question, a compound differs from a mixture in that a compound always has. ഓപ്ഷൻ ബി ഹോമോജിനസ് കോമ്പോസിഷൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. മിക്സ്ചേഴ്സ് എങ്ങനെയാണ്? ഹെട്രോജിനസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൈൻഡിങ് ഇൻ എ ട്രാൻസ്ഫോമർ ഹാസ് മോർ നമ്പർ ഓഫ് ടേൺസ്. ട്രാൻസ്ഫോമറിൽ മോർ നമ്പർ ഓഫ് ടേൺസ് ഉള്ള വൈൻഡിങ് എവിടെയാണ് എന്നുള്ളതാണ്. ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ്. ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുള്ള റിലേഷനാണ്. ഫ്രീക്വൻസി എന്ന് പറയുന്ന F is equal to 1/T ആണ്. സോ ഫ്രീക്വൻസിയും ടൈം പീരീഡും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐസോടോപ്സ് ഓഫ് ആൻ എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ഐസോടോപ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത് നൽകിയിട്ടുള്ളതിൽ ഏതൊക്കെയാണെന്നുള്ളതാണ്. സെയിം അറ്റോമിക് മാസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്, സെയിം അറ്റോമിക് നമ്പർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്, സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്, സെയിം കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഐസോടോപ്സിന് സെയിം അറ്റോമിക് നമ്പറും
സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസും ആയിരിക്കും ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി കോഎഫിഷ്യൻറ്റ്? വിസ്കോസിറ്റി കോഎഫിഷ്യൻറ്റിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 സെക്കൻഡ്, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് നോൺ മെറ്റൽസ് റിയാക്ട്സ് ആൻഡ് ക്യാച്ചസ് ഫയർ ഓൺ എക്സ്പോഷർ ടു എയർ? എയറുമായിട്ട് എക്സ്പോഷറിൽ വരുമ്പോൾ ക്യാച്ചസ് ഫയർ, അതായത് തീ പിടിക്കുന്ന നോൺ മെറ്റൽ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an aqueous solution turns red litmus solution blue. Excess addition of which among the following solutions would reverse the change? ഒരു aqueous solution റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണ്. സോ അതൊരു ആൽക്കലൈൻ സൊല്യൂഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ തന്നിട്ടുള്ളതിൽ ഏത് ആഡ് ചെയ്താലാണ് ഈ ഒരു പ്രോസസ്സ് ചേഞ്ച് ചെയ്യാൻ മീൻസ് അത് റിവേഴ്സ് ചെയ്യാനായിട്ട്, അതായത് ഇവിടെ റെഡ് ബ്ലൂ ആയിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കാൻ പറ്റുന്നത്, അതായത് അസിഡിക് ആക്കാൻ പറ്റുന്നത് ഏത് ആഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an എയർ ബബിൾ ഇൻ വാട്ടർ വിൽ ആക്ട് ലൈക്ക്? വാട്ടറിൽ ഒരു എയർ ബബിൾ എന്ന് പറയുന്നത് കോൺകേവ് ലെൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. വാട്ട് ഈസ് ദ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി? ഓപ്ഷൻ സി കിലോ വാട്ട് അവർ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് among the following can be the possible value of G on Earth? വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എർത്തിലെ G, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ ബി 9.8 m/s² ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. If 3 liters of a gas kept at 21 degrees Celsius and 900 millimeter pressure is compressed to a volume of 600 milliliter, keeping the temperature a constant, the new pressure of the gas. ആദ്യത്തെ വോളിയം V1 തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റിലെ പ്രഷർ P1 തന്നിട്ടുണ്ട്. സെക്കൻഡ് വോളിയം കംപ്രസ് ചെയ്തതിന് ശേഷമുള്ള വോളിയം തന്നിട്ടുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബോയിൽസ് ലോ ആണ് ഇവിടെ നോക്കാനുള്ളത്. ബോയിൽസ് ലോ അനുസരിച്ച് P1 V1 is equal to P2 V2 ആണ്. P1ഉം V1ഉം V2ഉം തന്നിട്ടുണ്ട്. P2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. V1 എന്ന് പറയുന്നത് 3 ലിറ്റർ ആണ്. P1 900 millimeter ആണ്. V2 എന്ന് പറയുന്നത് 600 milliliter ആണ്. അതിന് നമ്മൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.6 ലിറ്റർ എന്ന് കിട്ടും. P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. P2 is equal to P1 V1 by V2 ആണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് P2 4500 millimeter എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, aqueous solution of NaOH, HNO3, CH3COOH, CH3COO, Na of identical concentrations are provided. The pair of solutions which form a buffer. ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ബഫർ സൊല്യൂഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. CH3COOH അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആയിട്ടുള്ളൊരു ആസിഡാണ്. CH3COONA എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോൺജുഗേറ്റ് ബേസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോ ത്രൂ എ ബോഡി ബൈ കണ്ടക്ഷൻ ഈസ്? തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കറക്റ്റാണ്. സോ അവിടെ ഓൾ ഓഫ് ദ എബവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് എ ക്ലോസ്ഡ് പൈപ്പ് ടു പ്രൊഡ്യൂസ് റെസണൻസ് വിത്ത് സൗണ്ട് വേവ് ഓഫ് വേവ് ലെങ്ത് 60 centimeter ഈസ്? വേവ് ലെങ്ത് 60 centimeter ഉള്ള ഒരു സൗണ്ട് വേവുമായിട്ട് റെസൊണൻസ് വരാനായിട്ട് ഒരു ക്ലോസ്ഡ് പൈപ്പിന് എത്ര ലെങ്താണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് വേവ് ലെങ്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യേണ്ടത്, λ/4. ഇവിടെ ലാംഡ എന്ന് പറയുന്നത് 60 centimeters ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ ചെയ്യേണ്ടത് 60/4, അപ്പോൾ 15 centimeter ആണ് ക്ലോസ്ഡ് പൈപ്പിൻ്റെ ലെങ്ത് എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും.
Next question. The number of moles of sodium hydroxide required to produce 500 milliliter of a 2 molar aqueous solution is. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്ററും തന്നിട്ടുണ്ട്. സോ ഈക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ഇവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. വോളിയം എന്ന് പറയുന്നത് 500 ml ഇസ് ഈക്വൽ ടു 0.5 ലിറ്റർ. മൊളാരിറ്റി 2 ആണ്. സോ 0.5 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് NaOH കിട്ടും. 1 മോൾ ഓഫ് NaOH ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among NH3, BCl3, N2 and Cl2, the compound that does not satisfy the octet rule. Octet rule സാറ്റിസ്ഫൈ ചെയ്യാത്ത കോമ്പൗണ്ട് ഇതിലേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഓപ്ഷൻ ഡി BCl3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സർഫസ് ടെൻഷൻ ഈസ് ഡ്യൂ ടു. സർഫസ് ടെൻഷന് കാരണം ഏതാണെന്നുള്ളതാണ് തന്നിട്ടുള്ള ഓപ്ഷനിൽ. കൊഹിസീവ് ഫോഴ്സസ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കൊഹിസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സാണ് അവിടെ വരുന്നത്. സോ സർഫസ് ടെൻഷന് കാരണം കൊഹിസീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ കാൽസ്യം കാർബണേറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതൊരു കാർബണേറ്റും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കാർബണേറ്റിന് പകരം ഒരു മെറ്റൽ ആയിരുന്നു എന്നുണ്ടെങ്കിൽ മെറ്റലും ആസിഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് കിട്ടുക ഹൈഡ്രജൻ ആണ്. സോ ഇവിടെ കാർബണേറ്റ് ആയതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which one among the following metals would be displaced from the solution of its salts by other 3 metals? ഇപ്പോൾ 4 മെറ്റൽസ് ആണ് തന്നിട്ടുള്ളത്. മഗ്നീഷ്യം, സിങ്ക്, കോപ്പർ ആൻഡ് സിൽവർ. അപ്പോൾ ഇതിലേത് മെറ്റലാണ് മെറ്റലിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് അതിനെ ഡിസ്പ്ലേസ് ചെയ്യാനാണ് മറ്റ് 3 മെറ്റൽസിനും സാധിക്കുന്നത് എന്നുള്ളതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ ഡി സിൽവർ ആണ് കറക്റ്റ് ആൻസർ. റിയാക്ടിവിറ്റി സീരീസ് നോക്കുമ്പോഴത്തേക്കും സിൽവർ ആണ് ഏറ്റവും ബോട്ടമിൽ വരുന്നത്. ബാക്കി 3ഉം റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എമംഗ് ദ ഫോളോയിങ് ഐഡൻറ്റിഫൈ ദ സ്പീഷീസ് വിത്ത് ആൻ ആറ്റം ഇൻ ഇറ്റ്സ് +6 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് +6 ആയിട്ടുള്ളത് ഏത് സ്പീഷീസ് ആണ് എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് IUPAC നെയിം. തന്നിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള IUPAC നെയിം ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3-ethyl 4,4-dimethyl heptane ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇഫ് ദ വെലോസിറ്റി ഓഫ് എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ബിക്കംസ് 36 km/h in 10 minutes, വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ആണ് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇനിഷ്യൽ വെലോസിറ്റി u എന്ന് പറയുന്നത് 0 ആയിരിക്കും. v എന്ന് പറയുന്നത് 36 km/h ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായിട്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ v = 10 m/s എന്ന് കിട്ടും. ഇനി ടൈം 10 minutes ആണ് തന്നിട്ടുണ്ട്. അതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 600 seconds എന്ന് കിട്ടും. ഇനി ആക്സിലറേഷൻ A = v - u/t ആണ് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഫോർമുലയിലേക്ക് വിയുടെയും ടിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1/60 m/s² ആണ് എന്ന ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ dropped from the top of a tower of height 300 meters splashes into the water of a pond near the base of the tower. When is the splash heard at the top?
given that the speed of the sound in air is 340 meter per second and g is equal to 9.8 meter per second square. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യാനുള്ളത്. ആദ്യം നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കുക. എസ് നമുക്കറിയാം 300 മീറ്റർ ആണ്. എ ഇസ് ഈക്വൽ ടു ജി ആണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ യു എന്ന് പറയുന്നത് 0 ആണ്. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ടി ഇസ് ഈക്വൽ ടു 7.82 സെക്കൻഡ് എന്ന് കിട്ടും. നെക്സ്റ്റ് സെക്ഷനിൽ എസ് ഇസ് ഈക്വൽ ടു വി ടി എന്ന് പറയുന്ന ഇക്വേഷനാണ് എടുക്കുന്നത്. എസ് അറിയാം 300 മീറ്റർ ആണ്, വി 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ടി ഇസ് ഈക്വൽ ടു 0.88 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ 8.7 സെക്കൻഡ്സ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A boy is whirling a stone tied with a string in a horizontal circular path. If the string breaks, the stone. അതായത് ഒരു കുട്ടി എന്താണ്, ഒരു സ്റ്റോണ് ഒരു സ്ട്രിങ് വെച്ചിട്ട് കെട്ടിയിട്ട് അതിനെ സർക്കുലർ പാത്തിലൂടെ കറക്കുകയാണ്. അപ്പോൾ ചരട് പൊട്ടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോണിന് പിന്നീടുള്ള സ്റ്റോണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിൽ മൂവ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ദ ടാൻജൻഷ്യൽ ടു ദ സർക്കുലർ പാത്ത്. അതിൻ്റെ ലീനിയർ വെലോസിറ്റി വരുന്നത് എപ്പോഴും ആ സർക്കുലർ പാത്തിന് ടാൻജൻഷ്യലായിട്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസെപ്റ്റ്സ് ക്യാൻ എക്സ്പ്ലെയിൻ അസിഡിക് ക്യാരക്ടർ ഓഫ് BF3? BF3യുടെ അസിഡിക് ക്യാരക്ടർ നമുക്ക് ലൂയിസ് കൺസെപ്റ്റ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. The extraction of zinc from zinc blend is achieved by. സിങ്ക് ബ്ലെൻഡിൽ നിന്ന് സിങ്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് റോസ്റ്റിംഗ് ഫോളോവ്ഡ് ബൈ സെൽഫ് റിഡക്ഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗാർഡനർ pushes a lawn roller through a distance of 20 meter. If he applies a force of 20 kilogram weight in a horizontal direction inclined at 60 degree to the ground, find the work done by him. G is equal to 9.8 meter per second square എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വർക്ക് ഡൺ ആണ്. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് വർക്ക് ഡൺ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറയുന്നത് 20 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എഫ് 20 കിലോഗ്രാം വെയിറ്റ് ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. സോ 20 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 20 × 9.8 196 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഫോഴ്സ് അപ്ലൈഡ് 196 ന്യൂട്ടൺ ആണെന്ന് കിട്ടി. ഇനി ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. നമുക്കിവിടെ യൂസ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് W is equal to FS cos theta ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും വർക്ക് ഡൺ എന്ന് പറയുന്നത് 1960 ജൂൾസ് എന്ന് കിട്ടും. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്. എ കൊളോയിഡൽ സിസ്റ്റം ഹാവിംഗ് എ സോളിഡ് സബ്സ്റ്റൻസ് ആസ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് എ ലിക്വിഡ് ആസ് എ ഡിസ്പേർഷൻ മീഡിയം ഈസ് ക്ലാസിഫൈഡ് ആസ്. അപ്പോൾ ഇവിടെ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സോളിഡും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് ലിക്വിഡാണ്. അങ്ങനെയുള്ളൊരു കൊളോയിഡൽ സിസ്റ്റം സോൾ എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം നമ്പർ ഓഫ് സബ്ഷെൽസ് ദാറ്റ് ഈസ് പോസിബിൾ ഇൻ ദ ഫോർത്ത് ഓർബിറ്റ് ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ ഫോർത്ത് ഓർബിറ്റിൽ മാക്സിമം വരാൻ പറ്റുന്ന സബ്ഷെൽസിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. എൻ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. SPDF ഓർബിറ്റൽസ് സബ്ഷെൽസ് പോസിബിൾ ആണ്. സോ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വർക്കിംഗ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് ബേസ്ഡ് ഓൺ. ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഇനി പെഡഗോഗിക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഗാഗ്നീസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ്. ഗാഗ്നീസ് ഹൈറാർക്കി ഓഫ് ലേണിങ്ങിൽ ടോപ്പിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ് ആണ്. സോ ഹയസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്
Option A, problem solving. Next question, in the laboratory, the quantity of chemical used and the balanced quantity are recorded in. കെമിക്കൽസ് എന്നൊക്കെ പറയുമ്പോൾ കൺസ്യൂമബിൾ ആയിട്ടുള്ളതാണ്. സോ രജിസ്റ്റർ ഓഫ് കൺസ്യൂമബിൾസിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, രജിസ്റ്റർ ഓഫ് കൺസ്യൂമബിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻസിലുള്ളത് ഡെമോൺസ്ട്രേഷൻ, ഡിബേറ്റ്, പാനൽ ഡിസ്കഷൻ, ബ്രെയിൻ സ്റ്റോമിങ്. ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. കാരണം ഡിമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്, ബാക്കി മൂന്നും ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെറ്റ് ഓഫ് വാല്യൂസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് that seeks more effective and meaningful education for all students regardless of whether they have exceptionally labels or not is known as. അപ്പോൾ ഒന്നിൻ്റെയും വേർതിരിവില്ലാതെ എല്ലാ കുട്ടികളെയും ഈക്വലായിട്ട് എഡ്യൂക്കേഷനിൽ കൺസിഡർ ചെയ്യുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. സോ അവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. Next question, which of the following is not a process skill under process domain of McCormack and Yager taxonomy? ഓപ്ഷൻസിൽ ഒബ്സർവിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രെഡിക്റ്റിംഗ് ആൻഡ് ക്ലാസിഫയിങ് ആണുള്ളത്. ഒബ്സർവിങ്, പ്രെഡിക്റ്റിംഗ്, ക്ലാസിഫയിങ് ഒക്കെ പ്രോസസ് സ്കിൽസ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് തിങ്കിങ് സ്കില്ലാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. Next question, identify the most appropriate way of teaching from the following to develop observation skill while teaching the concept self-induction. Self-induction എന്നുള്ള കൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതിൽ ഏത് മെത്തേഡാണ് ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒബ്സർവേഷൻ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ആ ഒരു പ്രോസസ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് കുട്ടികൾ കീനായിട്ട് ഒബ്സർവ് ചെയ്യും. അതുവഴി അവരുടെ ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യും. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു കൊടുക്കുന്നതിലും പ്രോസസ്സിനെ കുറിച്ച് ലെക്ചർ ചെയ്യുന്നതും ഒന്നും ഒബ്സർവേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ യൂസ്ഫുൾ അല്ല. Next question, a set of labeled examples presented by the teacher while developing the concept liver is given below. Identify the negative example. അപ്പം ലിവർ എന്ന കൺസെപ്റ്റിനെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ടീച്ചറെ കുറച്ച് എക്സാമ്പിളേഴ്സും നോൺ എക്സാമ്പിളേഴ്സും കുട്ടിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ നോൺ എക്സാമ്പിളർ, അതായത് നെഗറ്റീവ് എക്സാമ്പിളിൻ്റെ പാർട്ടിൽ വരാനായിട്ട് സാധ്യതയുള്ളത് ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ബാക്കി മൂന്നും പോസിറ്റീവ് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു NCF 2005, എഡ്യൂക്കേഷണൽ ടെക്നോളജി ഷുഡ് ബി വ്യൂഡ് ആസ്. കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഓൾട്ടർനേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. കാരണം ബാക്കി മൂന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫൈയിങ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അസസ്മെൻറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോച്ച് ടു കരിക്കുലം. കരിക്കുലം അപ്രോച്ച് അല്ലാത്തത് ഓപ്ഷൻ സി, സ്കൂൾ സെൻറ്റേർഡ് അപ്രോച്ച്. അതാണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് പ്ലാൻ ഈസ് എസെൻഷ്യൽ വൈൽ പ്ലാനിങ് സയൻസ് ടീച്ചിങ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് യൂണിറ്റ് പ്ലാൻ. യൂണിറ്റ് പ്ലാനിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് വാട്ട് കണ്ടൻറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ യൂണിറ്റ്. ഓരോ യൂണിറ്റിൻ്റെയും കണ്ടൻറ്റ് അതിലുണ്ടായിരിക്കും. ഓരോ ടോപ്പിക്കും പഠിപ്പിക്കാനുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ടീച്ചിങ് സീക്വൻസും യൂണിറ്റ് പ്ലാനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ഇന്ത്യൻ സ്പേസ് റിസർച്ചിൻ്റെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ഡോക്ടർ വിക്രം സാരാഭായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് സയൻസ് വർക്ക് ബുക്ക്.
വർക്ക് ബുക്ക് എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് വർക്ക് ബുക്ക് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയിൽ പറഞ്ഞിട്ടുള്ളത് റെഡി റെഫറൻസ് ഫോർ ടീച്ചേഴ്സ് എന്നാണ്. അപ്പോൾ അതാണ് വർക്ക് ബുക്കിൻ്റെ സംബന്ധിച്ചിടത്തോളം ട്രൂ അല്ലാത്തത്. കാരണം റെഡി റെഫറൻസ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഹാൻഡ് ബുക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ദ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വൈഗോട്സ്കിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഓഫ് ടീച്ചിങ് വാസ് ഡെവലപ്ഡ് ബൈ? കറക്റ്റ് ആൻസർ റിച്ചാർഡ് സച്ച്മാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കൺസെപ്റ്റ്? ഇപ്പോൾ തന്നിട്ടുള്ളത് ഐസ് ഫ്ലോട്ട്സ് ഓൺ വാട്ടർ, വാട്ടർ ബോയിൽസ് അറ്റ് 100 degrees Celsius, oxidation is the process of loss of electrons, when magnesium is burned, magnesium oxide is formed. A, B, D ഓപ്ഷൻസ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ഓരോ കമ്പൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തേൽ ഐസിൻ്റെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, സെക്കൻഡ് വാട്ടർ, ലാസ്റ്റ് വന്നിട്ട് മഗ്നീഷ്യമാണ്. ഓപ്ഷൻ സിയിലാകട്ടെ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ്സിനെ ജനറൽ ആയിട്ടുള്ള ഫീച്ചറാണ് പറയുന്നത്. സോ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഫാക്റ്റും അതിനെ കമ്പൈൻ ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയുന്നത് കൺസെപ്റ്റുമായിരിക്കും. സോ ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടീച്ചർ പ്രസൻസ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഇനേർഷ്യ ഫ്രം ഡേ ടു ഡേ ലൈഫ് സിറ്റുവേഷൻ ഫോർ ഫോർമുലേറ്റിംഗ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഈസ് കോൾഡ്. അപ്പോൾ ആദ്യം കുറച്ച് എക്സാമ്പിൾസും സിറ്റുവേഷൻസും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ടീച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയുള്ളത്, അതായത് പർട്ടിക്കുലറിൽ നിന്ന് ജനറലിലേക്ക് പോകുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് മെത്തേഡാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടീച്ചർ മേക്സ് എ ഹൈഡ്രോമീറ്റർ യൂസിങ് അവൈലബിൾ മെറ്റീരിയൽസ് ടു ടീച്ച് ദ ടോപ്പിക് റിലേറ്റീവ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ്? ഓപ്ഷൻ എ ഇംപ്രൊവൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ. അവൈലബിൾ മെറ്റീരിയൽസ് കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ടീച്ചർ ഹൈഡ്രോമീറ്റർ നിർമ്മിച്ചിരിക്കുകയാണ്. സോ അവിടെ നടന്നിട്ടുള്ളത് ഒരു ഇംപ്രൊവൈസേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്? ഓപ്ഷൻ ഡി അക്സെപ്റ്റിംഗ് ഓൾ ഒപ്പീനിയൻസ് ക്വിക്ക്ലി. അതാണ് ഇവിടെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫോർ ദ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് എ സയൻസ് ടീച്ചർ? ഓപ്ഷൻ സി അറ്റൻഡിംഗ് റിഫ്രഷർ കോഴ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. According to Bloom's taxonomy, which of the following is the highest level under affective domain? അഫക്റ്റീവ് ഡൊമൈനിലെ ഹയസ്റ്റ് ലെവൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അഫക്റ്റീവ് ഡൊമൈനിലെ ഓർഡർ എന്ന് പറയുന്നത് റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂയിങ്, ഓർഗനൈസിങ് ആൻഡ് ക്യാരക്ടറൈസിങ് ആണ്. സോ അവിടുത്തെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ക്യാരക്ടറൈസിങ് ആണ് ഇവിടെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, before teaching the classification of elements in chemistry, teacher explains the years of work of various scientists that lead to the discovery of periodic table. അപ്പോൾ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കാനായിട്ടുള്ള ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻ്റ് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. സോ അവിടെ ടീച്ചർ യൂസ് ചെയ്തിട്ടുള്ളത് ഹിസ്റ്റോറിക് മെത്തേഡാണ്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കെമിക്കൽ ഈസ് കെപ്റ്റ് ഇൻ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ആസ് ആൻറ്റിക്ലോർ വൈൽ പ്രിപ്പയറിംഗ് ക്ലോറിൻ ഇൻ ലബോറട്ടറി? ഓപ്ഷൻ സി സോഡിയം തയോസൾഫേറ്റ് ആണ് കോമൺലി യൂസ്ഡ് ആൻറ്റിക്ലോർ ആണ്. സോ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റഡ് എയ്ഡ്? ടേപ്പ് റെക്കോർഡർ ആണ് പ്രൊജക്റ്റഡ് എയ്ഡ് അല്ലാത്തത്. ബാക്കി മൂന്നും പ്രൊജക്റ്റഡ് എയ്ഡ് ആണ്. The most appropriate chart for explaining the steps in the manufacture of sulfuric acid by contact process? Option C flow chart ആണ് correct answer. Next question, pedagogy means? Pedagogy എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ റൈറ്റ് ആൻസർ ആയിട്ട് വരാവുന്നത് ഓപ്ഷൻ ബി ടീച്ചിങ് ആണ്. പെഡഗോഗ് എന്നാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർ എന്നാണ് മീനിങ്. Next question, while teaching about the properties of oxygen,
ടീച്ചർ ആക്സിഡൻ്റലി പോയിൻറ്റ്സ് ഔട്ട് ഹീമോഗ്ലോബിൻ കാരിയർ ഓഫ് ഓക്സിജൻ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ആക്സിഡൻ്റലി, അതായത് ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടീച്ചറിന് ആ ഒരു റിലേഷൻ തോന്നിയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്, പർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. അതുകൊണ്ട് അതൊരു ഇൻസിഡൻ്റൽ കോറിലേഷനാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ ടേം നോട്ട് അസോസിയേറ്റഡ് വിത്ത് പിയാഷേസ് തിയറി. അക്കോമഡേഷൻ, അസിമിലേഷൻ, സ്കീമ ഒക്കെ പിയാഷയുടെ തിയറിയുടെ പാർട്ടാണ്. ഓപ്ഷൻ എ ഇനാക്റ്റീവ് ആണ് പിയാഷയുടെ തിയറിയിൽ വരാത്തത്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് ഒക്കെ ബ്രൂണറിൻ്റെ തിയറിയുടെ പാർട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് വിച്ച് വൺ ഹാവ് ദ സ്കോപ്പ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ലേണിംഗ് ബൈ ലിവിങ്. അപ്പോൾ ഓപ്ഷൻ സി പ്രോജക്റ്റ് മെത്തേഡാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ലെക്ചർ കം ഡെമോൺസ്ട്രേഷൻ മെത്തേഡൊക്കെ ലേണിംഗ് ബൈ ഡൂയിങ്ങും ലേണിംഗ് ബൈ ലിവിങ്ങിൻ്റെയും സ്കോപ്പായിട്ട് വരുന്നില്ല. പ്രോജക്റ്റ് മെത്തേഡാണ് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.